എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന സ്ഥലം കിരീടപ്പാലം എന്ന അതിമനോഹരമായ സ്ഥലത്തെ പറ്റിയാണ്. കിരീടപ്പാലം പേരിൽ തന്നെ വ്യത്യസ്തത തോന്നുന്നില്ലേ? അതെ, മലയാളത്തിൻ്റെ മെഗാ ഹിറ്റായ കിരീടം സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണിത്. അതിലെ വളരെ പ്രധാനപ്പെട്ടതും മനോഹരവുമായ കണ്ണീർ പൂവിൻ്റെ എന്ന് തുടങ്ങുന്ന ഗാനത്തിൻ്റെ പ്രധാന രംഗങ്ങളും ലാലേട്ടൻ കിരീടം മൂവിയിൽ പാർവതിയെ കാത്തിരിക്കുന്ന പാലവുമെല്ലാം ഇവിടെയാണ്. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എങ്ങോ മറഞ്ഞു എന്തേ ഉള്ളൂർക്കുടം പോലെ തേങ്ങി. ലോഹിതദാസിൻ്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി അഭിനയിച്ച് 1989 ജൂലൈയിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് കിരീടം. അന്നത്തെ മെഗാ ഹിറ്റായ ചിത്രമായിരുന്നു കിരീടം. ഇതേ വർഷം തന്നെ ഈ സിനിമയിൽ അഭിനയത്തിന് ലാലേട്ടന് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ പ്രത്യേക ജൂറി പുരസ്കാരം ലഭിക്കുകയുണ്ടായി. 1989 ഈ സിനിമയിലെ കണ്ണീർ പൂവിൻ്റെ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചതിന് MG ശ്രീകുമാറിന് മികച്ച പിന്നണി ഗായകനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡും ലഭിക്കുകയുണ്ടായി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എങ്ങോ മറഞ്ഞു എന്തേ ഉള്ളൂർക്കുടം പോലെ തേങ്ങി. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇങ്ങോട്ടേക്കുള്ളത്. തിരുവനന്തപുരത്ത് നിന്നും കരമന പാപ്പനംകോട് വഴി വെള്ളായണിയിൽ എത്തിച്ചേരും. അവിടെ നിന്ന് വലത്തേക്കുള്ള റോഡിലോട്ട് തിരിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുക പ്രശസ്തമായ വെള്ളായണി ദേവി ക്ഷേത്രത്തിലേക്കാണ്. ക്ഷേത്രത്തിൻ്റെ തൊട്ട് സൈഡിലൂടെയുള്ള വഴിയിലൂടെ സഞ്ചരിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് എത്തിച്ചേരാം. സംസ്ഥാനത്തെ ഏറ്റവും വലിയ 3ാമത്തെ ശുദ്ധജല തടാകമാണിത്. വെള്ളായണി കാർഷിക കോളേജ് ഈ കായലിനടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. കോവളത്ത് നിന്നും 7 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇങ്ങോട്ടേക്കുള്ളത്. കണ്ണീർ പൂവിൻ്റെ എന്ന പാട്ട് ചിത്രീകരിച്ചിരിക്കുന്ന പുഞ്ചക്കരി പാടത്തിന് വർഷങ്ങൾക്കിപ്പുറത്തും വലിയ മാറ്റങ്ങളൊന്നുമില്ല. കിരീടം സിനിമ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ഒരുപാട് സിനിമകൾക്കും സീരിയലുകൾക്കും ഈ ലൊക്കേഷൻ വേദിയായിട്ടുണ്ട്. തമിഴ്നാട്ടിനേക്കാൾ നിറമുള്ള ചെന്താമരകൾ വിരിയുന്ന നീർത്തടാകമാണിത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജയ്ക്ക് വളരെ വിശേഷപ്പെട്ടതാണ് ഇവിടുത്തെ ചെന്താമരകൾ. ഇവിടുത്തെ കായലിൽ ധാരാളമായി താമര കൃഷി ചെയ്യുന്നുണ്ട്. ഈ താമര പ്രധാനമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജയ്ക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് ഇവിടെയുള്ള ആളുകൾക്ക് പ്രധാനമായുള്ള ഒരു വരുമാന മാർഗമാണ്. പാടശേഖരങ്ങൾ കാണാൻ ഇനി കുട്ടനാട്ടിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. പകരം ഇവിടെ വന്നാൽ മതിയാവും. അതിരാവിലെയുമുള്ള സൂര്യോദയവും വൈകുന്നേരത്തെ അസ്തമയവും പകർത്താൻ നിരവധി ഫോട്ടോഗ്രാഫർമാർ എത്താറുണ്ട്.
തിരുവനന്തപുരത്തിൻ്റെ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്ന വെള്ളായണിക്കായലും അതിമനോഹരമായ പാടങ്ങളും രാജഭരണകാലത്ത് പണിതീർത്ത ഓവുചാലുകളും ചെറിയ അരുവിയും തുടങ്ങി കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ. ഇന്ന് കിരീടപ്പാലം തകർന്ന ഒരവസ്ഥയിലാണ്. നാട്ടുകാരുടെയും ലാലേട്ടൻ്റെ ആരാധകരുടെയും അഭ്യർത്ഥന സ്വീകരിച്ച് ശ്രീ സുരേഷ് ഗോപി മുൻകൈയെടുത്ത് ഇവിടെ പുതിയൊരു പാലം നിർമ്മിക്കുകയും പഴയ പാലം അതുപോലെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. ധാരാളം ദേശാടന പക്ഷികളും ഇവിടെ എത്താറുണ്ട്. ഈ കാണുന്ന കായലിൽ താമര കൃഷിയും അതുപോലെ മീൻ വളർത്തലും ചെയ്യാറുണ്ട്. ഇങ്ങോട്ടേക്ക് നോക്കിയാൽ പച്ചക്കറി കൃഷിയുമുണ്ട്. അതുപോലെ കൂട്ടമായി പോകുന്ന താറാവുകളും മേഞ്ഞു നടക്കുന്ന പശുക്കിടാവുകളും എല്ലാം കാണുമ്പോൾ ഒരു തമിഴ്നാടൻ ഗ്രാമീണ ഭംഗി ഓർമ്മ വരും. ഇവിടത്തെ ജനങ്ങളുടെ ജീവിതമാർഗം പ്രധാനമായും കൃഷിയും മീൻ വളർത്തലും കന്നുകാലി മേയ്ക്കലുമാണ്. ധാരാളം താറാവുകളെ ഇവിടെ വളർത്തുന്നതിനാൽ നല്ല താറാവ് മുട്ടകൾക്ക് തിരുവനന്തപുരത്തുകാർക്ക് വേണമെങ്കിൽ ഇവിടെ വരാവുന്നതാണ്. കരിമീൻ, തിലോപ്പിയ, കാരി, വരാൽ, ചെമ്മീൻ, കൊഞ്ച്, പരലുകൾ, പള്ളാത്തി, നെടുമീൻ ഇങ്ങനെ 40ഓളം നാടൻ മത്സ്യങ്ങളാൽ സമൃദ്ധമാണ് നമ്മുടെ വെള്ളായണിക്കായൽ. വൈകുന്നേരം ചിലവഴിക്കാൻ ധാരാളം ആളുകൾ കുടുംബവും ഒന്നിച്ച് ഇവിടെ എത്താറുണ്ട്. അവർക്കിരിക്കാനുള്ള ഇരിപ്പിടങ്ങളും മറ്റ് സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്ന ഏവരെയും അതുപോലെ ലാലേട്ടൻ്റെ കടുത്ത ആരാധകർക്കും ഇവിടെ നന്നായി ഇഷ്ടപ്പെടും. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇവിടെ കുറച്ചുകൂടെ ബോട്ടിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും പുതിയ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരത്ത് ഉള്ളവർക്ക് പോലും വളരെ കുറച്ച് മാത്രം അറിയാവുന്നൊരു നല്ലൊരു സ്ഥലമാണ്. വെള്ളായണി ദേവീക്ഷേത്രത്തിലേക്ക് വരുന്നവർക്കും ഇനി എളുപ്പം ഈ സ്ഥലം വിസിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോയുടെ അവസാനം ഞങ്ങൾ യാത്ര ചെയ്ത സമയത്തുള്ള ഫോട്ടോസ് ഇടുന്നുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാവരെയും ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്കും ഇവിടെ വന്ന് ഇതിൻ്റെ ഭംഗിയും സൗന്ദര്യം ആസ്വദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ആയിട്ട് കിട്ടിക്കൊള്ളും. ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ കാണാം. ടാറ്റ, ബൈ ബൈ.